Welcome to Bake Mill Baking Queen, brought to you by Bake Mill, where every bite blossoms, and powered by K-Phone, കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ്. ബേക്കിംഗ് ക്വീൻ കോമ്പറ്റീഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ആസ്വദിക്കുന്നു. വളരെ രസകരമായ എത്ര കേക്ക് മൊമെൻറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ബേക്കേഴ്സാണ്. ഏകദേശം എല്ലാവരും തന്നെ ബേക്കിംഗ് ക്വീൻസാണ്. എങ്കിലും അതിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ലോട്ട് ബേക്കിംഗ് ക്വീൻ എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിലാണ്. ഒരുപാട് ബേക്കിംഗ് ക്വീൻസ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോണത് എല്ലാവരെയും നിന്നും വ്യത്യസ്തമായിട്ട് കേക്കുകൾ ഉണ്ടാക്കി എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഈ മത്സരം എന്ന് പറയുന്ന ആ ഫൈനൽ ആളിനെ കണ്ടെത്താനാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും മറ്റൊരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. അതായത് നമ്മുടെ ക്വാർട്ടർ ഫൈനൽസിൻ്റെ ലാസ്റ്റ് ഗ്രൂപ്പാണ് ഇന്ന് മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി 8 പേര് മത്സരിച്ച് കഴിഞ്ഞു. ഇനി അവസാനത്തെ 4 പേർ. അപ്പോൾ ഈ കാഴ്ചകൾ കാണണ്ടേ? ഈ കാഴ്ചകൾ കാണുക, വ്യത്യസ്തമായ കേക്കുകൾ എങ്ങനെയൊക്കെയാണ് അവർ തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കുക, അപ്പോൾ ആസ്വദിക്കുക. ഈ ഒരു ജേണിയിൽ എന്നോടൊപ്പം ആസ് യൂഷ്വൽ കൃഷ്ണയുമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണയെ സ്വാഗതം ചെയ്യാം. കൃഷ്ണ, പ്ലീസ്. ചേച്ചി ഭയങ്കര ഹെവി ഫീലിംഗ് കേട്ടോ. എനിക്കിനി ഈ ഷുഗർ ഒരുപാട് ഇങ്ങനെ കഴിച്ച് നിങ്ങൾ എന്നെ ഇങ്ങനെ മത്ത് പിടിച്ച് എന്നെ ഇങ്ങനെ കറക്കാനുള്ള പരിപാടിയാണോ? യെസ്. അങ്ങനെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, വല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് അയ്യോ ഫിറ്റായിട്ട് നടക്കണ്ടെന്നാണ് എൻ്റെ തീരുമാനം. ഇനിയും കഴിക്കൂ, സ്വീറ്റ് കഴിച്ചോണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ദാറ്റ് ഈസ് നമ്മുടെ ക്വാർട്ടർ ഫൈനൽസിൻ്റെ 3rd ഗ്രൂപ്പ്. ഇന്നും ഇത് തന്നെയാണ് കേട്ടോ കഴിക്കാനൊക്കെ പോണേ. ചോക്ലേറ്റ് ഉണ്ടാവും, യെസ്, ഇഷ്ടംപോലെ ക്രീംസ് ഉണ്ടാകും. പിന്നെ ഒരു ഗുണമുണ്ട്, ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ റൗണ്ട്സ് ആണ്. കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും അല്ലേ? കുറച്ച് യെസ്, ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഈ ജോലി നല്ലതല്ലേ? ടേസ്റ്റിംഗ് ഒക്കെ നല്ല രസമുള്ള കാര്യമാണ്. എന്തായാലും നമ്മുടെ കണ്ടസ്റ്റൻസ് ആർ റെഡി. വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് 4 പേര് ഇവിടെ റെഡിയാണ്. പ്രീ ക്വാർട്ടർ 3rd റൗണ്ട്. യെസ്, അവരും കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഫ്രൂട്ട് ബേസ്ഡ് കേക്ക്. ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ടുള്ള എനി ഫ്രഷ് ഫ്രൂട്ട് വെറൈറ്റീസ് ഓർ മിക്സ്ഡ്. യെസ്. അപ്പോൾ എല്ലാവരും തയ്യാറാണല്ലോ? തുടങ്ങിയാലോ? സ്റ്റാർട്ട്. എൻ്റെ പേര് ഷെഹർബാൻ. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ നിന്നും സെക്കൻഡ് റൗണ്ടിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കസ്റ്റേർഡ് ഫ്രൂട്ട്സ് കേക്കാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് മൈദ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 2 സ്പൂണ്, ബേക്കിംഗ് സോഡ 1 നുള്ള്, ഉപ്പ് പാകത്തിന്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചു വെച്ച മിക്സ് മാറ്റി വെക്കുക. ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂണ് വാനില എസൻസ്. ഇനി നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 2 സ്പൂണ് ഓയിൽ
ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒഴിച്ച ഓയിൽ അതിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ. അതിനുശേഷം നമ്മൾ ഓയിൽ സ്പ്രെഡാക്കി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിക്കുക കേട്ടോ. ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാറ്റർ എടുത്ത് വെക്കാം. ബാറ്റർ നമ്മൾ വേവാൻ വെച്ചു. ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. ഹായ് ഷെഹർബാൻ, അപ്പോൾ എന്ത് കേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ കസ്റ്റേർഡ് മിക്സഡ് ഫ്രൂട്ട് കേക്കാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മിക്സ്ഡ് ഫ്രൂട്ട്, അപ്പോൾ എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഗ്രേപ്സ് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, കിവി, പിന്നെ നമ്മുടെ എന്താ ഡ്രാഗൺ ഫ്രൂട്ട്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്. ഓക്കെ, അണ്ടിപ്പരിപ്പ്. ഓക്കെ, ഓറഞ്ച് ഉണ്ട് അല്ലേ? ഓറഞ്ച്. ഓക്കെ, പിന്നെ മാതളമുണ്ട്, ആപ്പിൾ ഉണ്ട്. ഇനി എന്തില്ലാന്ന് ചോദിക്കും. ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു കസ്റ്റേർഡ് ഉണ്ടാകും. കസ്റ്റേർഡ് എങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? കസ്റ്റേർഡ് പൗഡറും മിൽക്കും പാലും പിന്നെ മിൽക്കും കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് ഒരു ക്രീമി രൂപത്തിലാക്കി എടുത്തിട്ട് അതിൽ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട്. ഓക്കെ, അതായിരിക്കും ലെയറിൽ വരുന്നത് അല്ലേ? ഓക്കെ, ഫില്ലിംഗ് ആയിട്ട്. കേക്ക് നോർമലി വാനില സ്പഞ്ച്. എങ്ങനെയുണ്ട്? ഈ റൗണ്ട് ഇഷ്ടമാണോ? കംഫർട്ടബിൾ? അടിപൊളി. ഓ, സന്തോഷമായി. ഓക്കെ, ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം. എപ്പോഴും ശ്രദ്ധിച്ചോളാം, ബാറ്റർ പെട്ടെന്ന് തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ ബാറ്റർ തണുക്കുമ്പോഴേക്കും നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 1 കിലോ കേക്കാണ്. അപ്പോൾ 1 കിലോ കേക്കിന് 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഓ, ഈ സ്റ്റേജ് എത്തിയല്ലേ? കേക്കൊക്കെ ബേക്ക് ചെയ്തൊക്കെ ഇട്ടില്ലോ അല്ലേ? നൈസായിട്ട് വന്നോ? ബുദ്ധിമുട്ട് വന്നില്ല? ഇല്ല, കുഴപ്പമില്ല. സെറ്റ്. വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു കളിയാണ്. ഓക്കെ, വിപ്പിംഗ് ക്രീമിൻ്റെ കളിയായിരുന്നു. കവറിങ് ആയിരുന്നു. ഇത് കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ഫില്ലിംഗ് ആയിട്ട് വരും അല്ലേ? കസ്റ്റേർഡും ഏകദേശം ഒരു എല്ലാ ഫ്രൂട്ട്സും എത്തിയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തിട്ട് ഐസ് ചെയ്യാം. ഒരുമാതിരി ആയില്ലേ? ഇനി നമുക്ക് ഇതൊരു നമ്മുടെ സ്പഞ്ച് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. 3 ലെയറായിട്ട് നമ്മുടെ കേക്കിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കേക്ക് സെറ്റ് ചെയ്യാനുള്ള ബേസ് വെക്കാം. കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിലത്തെ ഭാഗം അത് നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് അത് നമുക്ക് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഇട്ട് ഐസ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസി ടൈപ്പാണ്. അപ്പോൾ അതിന് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ സ്പഞ്ചിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊരു ഡോട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് ഒലിച്ച് പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ കൂടുതൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഫില്ലിങ്സ് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡറും മിൽക്ക് മെയ്ഡ്, പാല്, ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്തതിലേക്ക് നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട്സുകൾ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് നമ്മുടെ ഈ മിക്സ്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് കടിക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിലൂടെ ഒരു ചെറിയൊരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പ് കൊടുക്കാം. വീണ്ടും നമ്മുടെ ലാസ്റ്റ് ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഐസ് ചെയ്തെടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പഞ്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. മുകൾ ഭാഗം നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം എന്നില്ല. കാരണം നമ്മൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാനുള്ളത് കൊണ്ട് അത് പുറത്തോട്ട് കാണില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ഫിനിഷ് ചെയ്തില്ല, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ കേക്കിന് ചെറിയ രീതിയിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയ ലൈൻസ് നമുക്ക് ഇട്ട് കൊടുക്കണം.
നമ്മുടെ ഫില്ലിങ്സിൻ്റെ ബാലൻസ് ഉള്ളത് ഓരോ ലൈനിലും ചെറുതായിട്ടിട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേഷൻ ചെയ്യും. അതായത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓരോ ഫ്രൂട്ട്സും ഓരോ കള്ളിയിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കിവി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് അലങ്കരിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ റെഡ് ആപ്പിളാണ് കേട്ടോ. ബ്ലൂബെറി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓറഞ്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ഐസിങ് ഫ്രൂട്ട്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ, ഞാൻ പ്രിയ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് മാംഗോ ട്രൈഫിൾ കേക്ക്. അപ്പം ഫ്രഷ് ഫ്രൂട്ട് കേക്കാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ബട്ടർ ബീറ്റ് ചെയ്യാം. ബട്ടർ നല്ലോണം ബീറ്റായി. ഇനി 3/4 കപ്പ് കാസ്റ്റർ ഷുഗർ നമുക്ക് ഇതിനകത്തേക്ക് ഇടാതെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ പ്യൂരി ഉണ്ടാക്കണം. അതിന് നമുക്ക് മാംഗോസ് ഒന്ന് പ്യൂരി ആക്കാൻ മിക്സിയിലിടാവേ. 1/4 കപ്പ് ഷുഗർ നമ്മൾ പല ബാച്ചിലായിട്ട് മാംഗോസിൻ്റെ കൂടെ ഇട്ട് നമുക്ക് നല്ല പ്യൂരി ആക്കി എടുക്കാവേ. നല്ലോണം പ്യൂരി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 1 കപ്പ് മാംഗോ പ്യൂരി വേണം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ അടുത്തതിൻ്റെ ആവശ്യത്തിനായിട്ട് ഒന്ന് പ്യൂരിയാക്കി വെക്കാമേ. ഇനി നമുക്ക് ഓരോ മുട്ട 4 പൊട്ടിച്ചൊഴിക്കാം. ബീറ്റ് ചെയ്തെടുക്കാമേ. അടുത്ത മുട്ടയും കൂടെ ഒഴിക്കാമേ. വാനില എസൻസ് 1 ടീസ്പൂൺ ഉള്ളത് ഒഴിക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മൈദ അടങ്ങുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ബേക്കിംഗ് പൗഡറും ഒക്കെ ആയിട്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓവർ മിക്സ് ചെയ്യാതെ നമ്മുടെ ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മളുടെ മാംഗോ പ്യൂരി 1 കപ്പുള്ളത് ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഈക്വൽ പാർട്സ് ആയിട്ട് 2 ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. നമുക്കിതിനെ ഒന്ന് ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിലേക്ക് വെക്കാം. ഇനി ഒരു 35 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് 160 ഡിഗ്രിയിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്കൊന്ന് നോക്കാം ബേക്ക് ആയോ ഇല്ലയോ എന്ന്. ആയില്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ്സും കൂടെ വെക്കാം. അടുത്തത് നമുക്ക് മാംഗോ ബേസ് ഉണ്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മാംഗോ കേർഡ് ഉണ്ടാക്കി നമുക്ക് കൂൾ ചെയ്തെടുക്കാം.
എഗ്ലെസ് മാംഗോ കേർഡാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മാംഗോ കേക്കാണ് ഇന്ന് ചെയ്യുന്നത്, ഫ്രഷ് മാംഗോ കേക്ക്. അപ്പോൾ ഫ്രഷ് മാംഗോ കേക്കിൻ്റെ ബേസ് ബേക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ ദാറ്റ് മീൻസ് ആ ബാറ്ററിൽ മാംഗോ പ്യൂരി ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് മാംഗോ, അതിൽ എസൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, മാംഗോ പ്യൂരിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് മാംഗോ കേർഡ്, എഗ്ലെസ് മാംഗോ കേർഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി എഗ്ലെസ്, അതിന് വേണ്ടിയിട്ടുള്ള മാംഗോ പ്യൂരി, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാംഗോ പ്യൂരിയുടെ കൂടെ ഗ്രാനുലേറ്റഡ് ഷുഗർ, ബട്ടർ, ഒന്ന് സ്ലറി ആക്കാൻ വേണ്ടിയിട്ട്, കുറുക്കാൻ വേണ്ടി തിക്കനാക്കാനായിട്ട് കോൺഫ്ലവർ, ലാസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക്. അതായിരിക്കും ഒരു കാര്യം. ഇത് ഒരു ലെയറാണ് മാംഗോ കേർഡ്. മാംഗോ കേർഡ് കഴിഞ്ഞിട്ട് ഒരു മാംഗോ മൂസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് അല്ലല്ല, മാംഗോ മൂസ് നാച്ചുറലായിട്ട് തിക്കനായിട്ട്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഒരു മീഡിയം മൂസ് ആക്കാനായിട്ട് ഈക്വൽ പാർട്സ് ഓഫ് വിപ്പിംഗ് ക്രീമും നമ്മളുടെ വിപ്പിംഗ് ക്രീം വരും. വിപ്പിംഗ് ക്രീമും നമ്മളുടെ കേർഡും. ആൻഡ് ടോപ്പിങ്സ് ചെറുതായിട്ട് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് പ്രിലൈനിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ലെയറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാംഗോ ക്യൂബ്സ് ഓൾറെഡി ഷുഗറിൽ ഇട്ടതാണ്. ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് മാംഗോസ് ഒക്കെ പുളിയാണ്, നല്ല മാംഗോസ് കിട്ടുന്നില്ല. ഇത് ലെമൺ ജ്യൂസ്. അപ്പോൾ 2 ഇതിലാണ് വെച്ചിരിക്കുന്നത്. അതെ. എത്ര ഇഞ്ചിൻ്റെ ആണത്? ഇത് 6 ഇഞ്ചിന്റെ 2 അപ്പോൾ എത്ര ലെയർ ഉണ്ടാവും? ലെയർ നമുക്ക് വേണമെങ്കിൽ 4 ആക്കാം, പക്ഷേ ഐ എം പ്ലാനിങ് ഫോർ കീപ്പിംഗ് ഇറ്റ് അറ്റ് 2. അപ്പോൾ തിക്നെസ് കൂടും. നമ്മളുടെ ആ സ്പഞ്ചിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് തിക്നെസ്സിലിരിക്കുന്നതാണ് നല്ലത് തോന്നുന്നു അല്ലേ? അതെ. സമയം അത് എടുക്കില്ലല്ലോ അല്ലേ? ഇല്ല, അത് എടുക്കില്ല. മാംഗോ സോസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് മാംഗോ പ്യൂരി ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാനുലേറ്റഡ് ഷുഗർ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഷുഗർ മെൽറ്റായി വരുന്നതിന് ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും മാംഗോ പ്യൂരിയും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കോൺഫ്ലവർ സ്ലറി ആവശ്യമുണ്ട്. അതിന് കോൺഫ്ലവറും കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു സ്ലറി രൂപത്തിലാക്കുക. ബട്ടർ നല്ലോണം മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്തായിരുന്നു ഒരു തിക്കനായിട്ടും വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ആയതിനു ശേഷം ഓഫ് ചെയ്ത് പാൻ ഒന്ന് മാറ്റി വെക്കാം. ഈ മിക്സ് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെയിനർ വെച്ച് ഒരു ബൗളിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ക്ലിംഗ് റാപ്പ് ചെയ്ത് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഡിമോൾഡ് ചെയ്ത് ചൂടാറാൻ വെക്കാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മാംഗോ മൂസാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം, ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് അതിനെ ബീറ്റ് ചെയ്തെടുക്കാം സ്റ്റിഫ് ആവുന്നിടം വരെ. നമ്മളുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ മാംഗോ പ്യൂരി ഇതിനകത്തേക്ക് ഇട്ടു. ഹലോ പ്രിയ. ഹലോ സർ. ഹായ്. ഹലോ മാം. ഹായ്. ഓക്കെ, സെറ്റായി. കേക്ക് റെഡിയായി, മാംഗോ കേർഡ് റെഡിയായി, ചില്ലി ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നു. ഇനി മൂസ്. കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എല്ലാം ഫാസ്റ്റായിട്ട് നടന്നു അല്ലേ? മാംഗോ കേർഡ് ഞാൻ ചില്ലി ചെയ്യാൻ വേണ്ടി വെച്ചു. അതിൽ നിന്നും കുറച്ച് സേവ് ചെയ്തിട്ട്
ആക്ച്വലി ഇത് മാംഗോ പ്യൂരിയിൽ നിന്നാണ് മ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇനി വേറെ ഇനി കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പ്രലൈൻ മാത്രം ടോപ്പിങ്ങിൽ അപ്പോൾ ഏകദേശം റെഡി ആകും. ആകും പ്രതീക്ഷിക്കാം. മാംഗോ മൂസ് ചെയ്താണ്, അതിനെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ബീറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. അടുത്ത നമുക്കൊരു നട്ട്സിൻ്റെ പ്രലൈൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാനിൽ പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കതിനെ കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ആയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മുടെ ഡ്രൈ നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്രലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കൂൾ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മളുടെ മാംഗോ കേർഡ് ഇവിടെ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. നമ്മളുടെ കേക്ക് ഇവിടെ ഉണ്ട്. നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ മാംഗോ മൂസ്, നല്ലൊരു തിക്ക് ലെയർ മാംഗോ കേർഡ്, നമുക്ക് കുറച്ച് ചോപ്ഡ് മാംഗോസ് ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ ഒന്ന് കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ലതല്ലേ ഇടയ്ക്ക്. കുറച്ച് ചോപ്ഡ് നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ്സിന്. പ്രലൈനാണേ. അടുത്ത ലെയർ വയ്ക്കാമേ. ഇനി നമുക്ക് നമ്മുടെ മാംഗോ കേർഡ് ഒന്ന് അതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം, കേക്കിൻ്റെ മുകളിലോട്ട്. നമ്മളുടെ മാംഗോ മൂസ് കുറച്ച് മാംഗോ ചങ്ക്സ്. ഓക്കെ, ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് മാംഗോ കേർഡ് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് പ്രലൈൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മാംഗോ ട്രൈഫിൾ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. നമുക്കിനി മാമിന് കൊടുത്ത് ഇതിൻ്റെ അഭിപ്രായം അറിയാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് കേക്ക് റൗണ്ടാണ്. അപ്പോൾ അതിലേക്ക് ചോക്ലേറ്റ് സ്ട്രോബെറി കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 3/4 കപ്പ് മൈദ, അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇതൊന്ന് സീവ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണ് കോഫി പൗഡർ, ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് സീവ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. 1 പിഞ്ച് സോൾട്ട് ഇതിനകത്ത് ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇനി അതിലേക്ക് നമ്മൾ കാസ്റ്റർ ഷുഗറാണ് ചേർക്കുന്നത്. 3/4 കപ്പ് കാസ്റ്റർ ഷുഗർ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി അരിച്ച് വെച്ചേക്കുന്ന ഈ ഫ്ലോറ് നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട്, ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഒരു 25 ഗ്രാംസ് അല്ല 30 ഗ്രാംസോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഈ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ലൈൻ ചെയ്ത് വെച്ചേക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് കളയാനായിട്ട് ഇതുപോലെ സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തട്ടിയിട്ട് നമുക്ക് ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അര കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് കാസ്റ്റർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുവാണ്. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ബട്ടറും കൂടി ആഡ് ചെയ്യുവാണ്. ഫില്ലിങ്ങിനായിട്ട് നമുക്ക് സ്ട്രോബെറി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്ട്രോബെറിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. കേക്ക് വെറ്റ് ചെയ്യാനുള്ള മിൽക്കാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ നമ്മൾ ചേർക്കുവാണ്. സ്ട്രോബെറി ആണോ? സ്ട്രോബെറി ചോക്ലേറ്റ് കേക്ക് വിത്ത് സ്ട്രോബെറി ഫില്ലിംഗ്. പിന്നെ ഒരു കുനാഫ ചോക്ലേറ്റ് മിക്സും കൂടെ അതിൻ്റെ ഇടയിൽ. കുനാഫ ഇതിലുണ്ടോ? മതിയായില്ല കുനാഫ അല്ലേ ഫസ്റ്റ് ഔട്ട് കഴിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ടൈം എത്ര കൊടുത്തിരിക്കുന്നത്? ടൈം 30 മിനിറ്റ് കൊടുത്തത്. ടെമ്പറേച്ചർ ഇതിനൊക്കെ വർക്ക് ചെയ്തല്ലേ, അപ്പോൾ അത് കാരണം അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അറിയാം. ശരി. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. കുറച്ച് ചോക്ലേറ്റ് നമുക്ക് ക്രീമിലോട്ട് ബോർഡിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തിട്ടെടുക്കാം. നമുക്കതിൻ്റെ ഫില്ലിങ് സ്ട്രോബെറിയുടെ ഫില്ലിങ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം.
അങ്ങനെ ചോക്ലേറ്റ് വിത്ത് സ്ട്രോബെറി അല്ലേ? ചോക്ലേറ്റ് വിത്ത് സ്ട്രോബെറി കോമ്പിനേഷൻ, അത് അകത്ത് ഫില്ലിംഗ് ആയിട്ട് ഇറ്റ്സ് ഓക്കെ അല്ലേ? പക്ഷേ ഒരു കോമ്പറ്റീഷൻ ഇത് വളരെ സിമ്പിളായി പോയില്ലെന്ന് തോന്നുന്നുണ്ടോ? ആണ് അല്ലേ? തോന്നുന്നു. അല്ല, സമയം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ, ഒരു ഈസി വേയിൽ അല്ലേ കാര്യങ്ങൾ നടത്താൻ വെച്ചു. നോ കോംപ്ലിക്കേഷൻസ്. ഓക്കെ. നമ്മൾ ബട്ടറിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫയാണ്. അത് നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് സൈഡിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ സ്ട്രോബെറി ചോക്ലേറ്റ് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ ജഡ്ജസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഹായ്, ഞാൻ റുബീന, നാട് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഫ്രൂട്ട്സ് വിത്ത് ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്നുള്ള കേക്കാണ്. ഇതിൻ്റെ ബേസ് വരുന്നതും ഒരു ചോക്ലേറ്റ് സ്പഞ്ച് തന്നെയാണ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഫ്ലോർ ഒന്ന് അരിച്ച് വയ്ക്കണം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് സീവ് ചെയ്ത് വയ്ക്കാം. അടുത്തതായി നമുക്ക് ബട്ടറും ഷുഗറും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നാല് എഗ്ഗാണ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഫ്ലഫാക്കി എടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലോറിലേക്ക് നമുക്ക് കൊക്കോ പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ് ബാറ്ററിലേക്ക് നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോറും കൂടെ കുറേശ്ശെയായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1/4 കപ്പ് പാലും കൂടെ അതും കുറേശ്ശെ ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം ഫ്ലോറിട്ട് പിന്നെ ഒരു പ്രാവശ്യം മിൽക്ക് ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ പാനിലാക്കിയിട്ടുണ്ട്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 155 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 35 to 40 മിനിറ്റ് വരെ ബേക്കിംഗ് ടൈം വരും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിതിൻ്റെ ഒരു ഫില്ലിംഗ്, ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ഉണ്ടാക്കണം. ആദ്യം തന്നെ പാലാണ്, കൊക്കോ പൗഡർ, ഇതിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമും കൂടെ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലേക്ക് പഞ്ചസാരയും കൂടെ. നമ്മൾ ഇതുവരെ ഇത് കുക്ക് ചെയ്യൽ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് കുക്കിങ് തുടങ്ങുള്ളൂ. ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ്, നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റാണ്. നമ്മളിത് കുക്ക് ചെയ്യാൻ പോകണം. ഹായ്. ഹായ്, ഇന്നെന്താണ്? ഇന്ന് ഫ്രൂട്ട്സ് വിത്ത് ഡെത്ത് ബൈ ചോക്ലേറ്റ്.
ഞാനത് കണ്ടിരുന്നു. ഓക്കെ, ഡെത്ത് ബൈ ചോക്ലേറ്റ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് ഞാൻ പ്രത്യേകിച്ചൊരു ഫ്രൂട്ട്സ് മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് ബെറീസ് കിട്ടണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. കിട്ടിയെന്ന് തോന്നുന്നു. ബെറീസ്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ ചെറി ഉണ്ട്, ചെറീസ് കിട്ടി, പിന്നെ കുറച്ച് ഫ്രഷ്, പിന്നെ അനാറും കൂടെ മിക്സ് ചെയ്ത്. അപ്പം അത് ഓക്കെ, ലെയർ ചെയ്തിട്ടാണോ അത് ലെയർ ചെയ്തിട്ട് ഫില്ലിങ്ങിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും കസ്റ്റർഡ് ഗനാഷാണോ? ഗനാഷ് ഇത് നമ്മൾ ക്രീമിലും കുറച്ച് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് തന്നെയാണ് ഫില്ലിങ് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. ഇത് കുറച്ച് തിക്കായിട്ട് ആക്കിയിട്ട് ഓക്കെ, ചെറുതായിട്ട് ക്രീമിലും കൊടുത്തിട്ട് നോക്കാം. 2 ചോക്ലേറ്റ്, അവിടെയും ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതന്നെ എക്സാക്ട്ലി, അവിടെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്. അതെ, നമ്മുടെ ചോക്ലേറ്റ് അത്യാവശ്യം തിക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണേ. ഒരു 2 ടീസ്പൂണൊക്കെ മതി. നമുക്ക് ഈ പാനിൽ നിന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത്തിരി ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് റെഡിയായിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗനാഷ്, ചോക്ലേറ്റ് ഗനാഷിൽ നിന്ന് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്തായി? ഇവിടെ കേക്ക് ഒന്നും കൂടെ ബേക്ക് ആവുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റും കൂടെ വെച്ചിരിക്കാം. ബാക്കി ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ക്രീമും ജസ്റ്റ് ബീറ്റ് ചെയ്യാം. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കേക്ക് ഒന്ന് തണുക്കേണ്ടി വരില്ലേ? അതിനൊന്ന് വെയിറ്റ്, അതിന് വീണ്ടും കുറച്ച് വെയിറ്റ് ചെയ്യാം. ഒരു കേക്ക് കഴിഞ്ഞോ? ഇല്ല, അത് ഞാൻ ഫസ്റ്റ് ലെയർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഉള്ളിലേക്ക് എനിക്ക് ഒന്നും കൂടെ ആവണം എന്ന് തോന്നി. അങ്ങനെയാണ് ആ ലെയർ മാറ്റിയിട്ട് വീണ്ടും വെച്ചു. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര ലെയർ? 3 ലെയർ? 3 ലെയറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ലെയർ പോയി കിട്ടിയോ? അതോ ഇല്ല, അത് ഓക്കെയാണ്. അത് ഓക്കെയാണ്. ഓക്കെ, 3 ലെയറിൽ തന്നെ സെറ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഇനി ബാക്കിയും കൂടി സെറ്റ് ആക്കിയിട്ട് ഫ്രൂട്ട്സ് നോക്കിയാലേ. പിന്നെ ഇതാണ് ചെറീസ് ഒക്കെ നല്ല ഫ്രഷ് കിട്ടിയിട്ടുണ്ട്. ദിസ് ഇസ് ഡെത്ത് ബൈ ചോക്ലേറ്റ്. നമുക്ക് പിന്നെ ഭരിക്കാം. നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗനാഷ മിക്സ് അത് കുറച്ച് നമ്മുടെ ക്രീമിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിനി കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. ആദ്യം ലെയർ വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ഷുഗർ സിറപ്പ്, കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മിക്സ് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് ലെയറിൽ നമുക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഫൈനൽ ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ കേക്ക് ഫ്രൂട്ട്സ് വിത്ത് ഡെത്ത് ബൈ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ജഡ്ജസിന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കഴിഞ്ഞു. ഓൾ സെറ്റ് ഗോ അല്ലേ? ഫിനിഷ്ഡ് പ്രോഡക്റ്റുമായിട്ട് ഇങ്ങോട്ട് വരാൻ സമയമാകുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. നല്ല എന്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കണോ. ഓ, വെരി നൈസ്, വെരി നൈസ്. അതിൻ്റെ മേക്കിങ്ങും എല്ലാവരും കണ്ടു കഴിഞ്ഞു. അത് വേറൊരു സ്റ്റൈല്, ഇതൊരു സ്റ്റൈല്, എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് എല്ലാം തന്നെ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് പറയാം. എന്തായാലും എക്സലൻ്റ് ആയിരിക്കും. അപ്പോൾ വിളിക്കാം. സലീന ഷസീദ്.
അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പീസ് തരിക. സ്ട്രോബെറി ഫില്ലിംഗ് ആയിട്ടും ഉണ്ട് അല്ലേ? ഓക്കെ. യാ, ഓ നല്ല സംഭവം നൈസ്. ടു സിമ്പിൾ എന്നുള്ളൊരു വ്യത്യാസമുള്ള. ദിസ് ഇസ് ഒരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത റൗണ്ട് ടഫായി വരുമ്പോൾ സെമി ഫൈനൽസിലോട്ട് പോകുന്ന റൗണ്ടാണ്. അത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തത് കൊണ്ടുള്ളത്. പക്ഷെ ചെയ്തത് നന്നായിട്ടുണ്ട്, ബെസ്റ്റാണ്. വെരി യമ്മി, വെരി മോയിസ്റ്റ്, നൈസ് കോമ്പിനേഷൻസ്, എക്സലൻറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ആളെ നമുക്ക് വിളിക്കാം. ഈ സൈഡിൽ വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ രണ്ടെണ്ണം അടുത്ത് വരുമ്പോൾ ടേസ്റ്റ്. ചോക്ലേറ്റ് കഴിഞ്ഞ ഷഹർബാൻ. ഷെർവാനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. പക്ഷെ ഒരു കൂടുതലും വിപ്പിംഗ് ക്രീമിൻ്റെ കളിയാണ് മൊത്തത്തിൽ അല്ലേ? കോക്കനട്ട് കേക്കിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, എങ്കിലും ഇത് അടുത്ത റൗണ്ടാണ്, അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഓക്കെ. പക്ഷേ ഫ്രഷ് ഫ്രൂട്ട് ഹൈലൈറ്റ്. അതെ, ഈ കസ്റ്റേർഡ് കേക്ക് നമ്മൾ ഓൾറെഡി വാനില വേറെ റൗണ്ട്സിൽ കുറച്ച് പേര് ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. എങ്കിലും ഷഹർബാന്റെ കസ്റ്റേർഡ് ഫ്രൂട്ട് ഫില്ലിംഗ് ഉള്ള കേക്ക് ഒന്ന് കഴിക്കാം അല്ലേ? ആയിക്കോട്ടെ. ഒന്ന് കട്ട് ചെയ്തു. ഇറ്റ്സ് എ ഹെവി കേക്ക്, അതാണ് കുറച്ച് ലെയേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, 3. അത് കുറച്ച് മോയിസ്റ്റാണ്. ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റൊന്നും കുറവില്ല. ഗുഡ്. ഓക്കെ, ലെയർ ചെയ്തിട്ടുണ്ട് അല്ലേ? നൈസ്. റുബീന Death by Chocolate. Next chocolate, a beautiful presentation. ഇതിനകത്ത് ചോക്ലേറ്റും ക്രീം വളരെ അതാണ്. ഏത് ഫ്ലേവറാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് ചോക്ലേറ്റിന്റെ കൂടെ? ഡെത്ത് ബൈ ചോക്ലേറ്റിന്റെ ആ ഒരു ക്രീം തന്നെയാണ്. പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചിരിക്കും. നമ്മൾ ഈ ഡെത്ത് ബൈ ചോക്ലേറ്റ് ശരിക്കും ഫ്രോസ്റ്റിങ്ങിന് വരുമ്പോൾ നമുക്കൊരു 4-5 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്ത് കിട്ടണം. ഇതിപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ഡയറക്റ്റ് അങ്ങനെ ഫില്ലിംഗ് ആയി കൊടുത്തു എന്ന് മാത്രം. അതൊന്നും കുഴപ്പമില്ല. നമ്മളൊരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിലൊരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ വേണം 3 to 4 hours ആണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്തായാലും 4-5 മണിക്കൂർ കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ചോയ്സ് എടുക്കുമ്പോൾ എന്ത് വേണം ഒരു കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ 2 മണിക്കൂറിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു ഫില്ലിംഗ് വന്നാലും ടേസ്റ്റിയാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഈ വിപ്പിംഗ് ക്രീം ഒഴിവാക്കിയിട്ട് ഫുള്ളി നമുക്ക് അങ്ങനെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാ പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ കുഴപ്പമില്ല. കോമ്പറ്റീഷന് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ നിൽക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ബട്ടർ ബേസ്ഡ് ആണ്.
ഫുള്ളി ബട്ടർ ബേസ്ഡ് സ്പഞ്ചാണ്. ഗുഡ്. കാണാനൊക്കെ വളരെ മനോഹരം. കുറേ എഫർട്ട് എടുത്തിട്ടുണ്ട്. നൈസ്. കട്ട് ചെയ്യും. അടുത്തുണ്ടല്ലോ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. വിത്ത് 2 ലെയറിൽ 2 സൈസ്. യെസ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റിനെ ഓർമ്മ വരും, അകത്ത് ചെറിയൊക്കെ കാണുമ്പോൾ. ചെറിയ ചോക്ലേറ്റ് ഫ്ലേവർ കയറി നിൽക്കും. ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്. ഡെത്ത് ബൈ ചോക്ലേറ്റ് ഒരു ഓലോട് കിട്ടിയിട്ടില്ല. അതാ ഫ്രോസ്റ്റിങ്ങിൻ്റെയാണ്. അതാണ് പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് നമുക്കും പറയാനുള്ളത്. അത് ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആ ഫുൾ പഞ്ച് നമുക്ക് കിട്ടണം. അത് കിട്ടാത്ത എന്താന്ന് വെച്ചാൽ ഇതാണ് റീസൺ എന്ന് പറയുമ്പോൾ അത് അഗ്രിയബിൾ അല്ല. അല്ല റീസൺ അല്ല മാം, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതതിൻ്റെ ഫുള്ളി അത് കിട്ടുമായിരുന്നു സാർ പറഞ്ഞ പോലെ. യെസ്, അതിനുള്ള സമയമില്ല. നമുക്ക് ആ ഒരു ഗനാഷെ ഫില്ല് ചെയ്തിട്ട് കൊടുത്തു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെ, അതിനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് അതൊരു 100% ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് ആയിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അല്ലേ. ബട്ട് ഗുഡ് വർക്ക്, നൈസ്ലി ഡൺ, ഗുഡ് പ്രസന്റേഷൻ, ബ്യൂട്ടിഫുൾ ആൻഡ് ഗുഡ് ടേസ്റ്റി. ഓക്കെ, താങ്ക് യു. പ്രിയ സൂസൻ തോമസ്. അപ്പോൾ ഒരു 3 ലെയർ ആണ് അല്ലേ? അതെ. 3 ടയർ. 3 ടയർ അല്ല 3 ലെയർ. ദാറ്റ് ഈസ് സ്ട്രിപ്പ്, ഒരു ട്രൈഫിൾ പോലെ. ഓക്കേ, ദാറ്റ് ഈസ് 3. ഞാൻ സ്വന്തമേ പേരിട്ടതാണ്. കുഴപ്പമില്ല. 3 കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത്. ഒരു ബേസ് ഉണ്ട്. ഇറ്റ്സ് എ സ്പഞ്ച് ഇസ് ദർ. മാംഗോ സ്പഞ്ച് ഇസ് ദർ, ബട്ടർ ബേസ്ഡ് മാംഗോ സ്പഞ്ച് ഇസ് ദർ, പിന്നെ മാംഗോ മൂസ് ഉണ്ട്, പിന്നെ മാംഗോ എഗ്ലെസ് മാംഗോ കേർഡ്, പിന്നെ കുറച്ച് പ്രലൈൻ, നട്ട്സിന്റെ പ്രലൈൻ. പിന്നെ ഇതൊക്കെ അതല്ല, ഈ ക്രീം മൂസ് മൂസ്. മാംഗോ മൂസ്. ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, റെഡിബിൾ ബട്ടർഫ്ലൈ, വേഫർ ബട്ടർഫ്ലൈ ആണ്. ഓക്കെ, നൈസ്. കട്ട് ചെയ്ത് തന്നാലേ പറ്റുമോ? അതെ. പുളിപ്പുണ്ടോ മാംഗോയുടെ? ഉണ്ട്, അത്യാവശ്യം പുളിപ്പുണ്ട്. അതായത് ലുക്കിംഗ് ഗുഡ്, നൈസ്. ടേസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആ സ്പഞ്ചിന്റെ ടെക്സ്ചർ അല്ല വന്നിരിക്കുന്നത്. ബട്ടർ, അത് മാംഗോ പ്യൂരി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു നമ്മൾ എന്താ പറയാ, ഒരു സ്പഞ്ച് കേക്കിന്റെ ഒരു അതല്ല, ഒരു നമ്മുടെ സ്റ്റീംഡ് ഒരു ആക്ച്വലി ഇതിനകത്ത് മാംഗോ പ്യൂരി 1 കപ്പ് ആഡ് ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ ഇച്ചിരി ഒരു ഡെൻസ് ആണ്. ആൻഡ് വൺ തിങ് ഇസ് ദാറ്റ്, സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ 2 വലിയ കേക്കാണ്. അത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു സംഗതി ഇല്ല, അങ്ങനെ പിടിച്ചു വെക്കാനോ ഒന്നും. ഈ ക്രീമും ഈ മൂസും ഒക്കെ ട്രിപ്പിൾ മനസ്സിലാവുന്നുണ്ട്. വേറിട്ട് നിൽക്കുകയാണ്, 2 നിൽക്കുകയാണ് ലെയർ വൈസ്. പിന്നെ മൂസ് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ മൂസും എന്താ പറയുക മാംഗോ കേർഡ് ഇതൊന്നും ഈ ഒരു കേക്കിൻ്റെ ലെയറിൻ്റെ അത്രയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു ഡിവിഷൻ ഇല്ല. ഒരു പക്ഷേ 2 കേക്കിനെയും വേണമെങ്കിൽ സ്ലൈസ് ചെയ്ത് 4 ആക്കിയിട്ട് ഫില്ലിംഗ് എല്ലാം കൊടുത്ത് ഓൾട്ടർനേറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേ. ഒരു സജഷനാണ്. ഓക്കെ,
overall it's good. But it's good, looking good and good effort. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് നമ്മുടെ നാല് ടാസ്ക്. ഞങ്ങളിൽ ഏൽപ്പിച്ച കാര്യം അറിയാലോ. ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു ഇവാലുവേഷൻ ദാറ്റ് ഇസ് ഓവർ. തേർഡ് ഗ്രൂപ്പാണിത്. നമ്മൾ 1 കഴിച്ചു, 2 കഴിച്ചു, നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചറുണ്ട് ഔട്ട് ഓഫ് 12. പക്ഷേ റിസൾട്ട് ഇപ്പോൾ പറയില്ല. ഇല്ല, അത് പറയില്ല. 8 പേര് ആരൊക്കെയാണ്, 4 പേര് ആരൊക്കെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് എലിവേറ്റഡ് ടു ദി നെക്സ്റ്റ് റൗണ്ട് എന്നുള്ളത് നെക്സ്റ്റ് അതർ ദാറ്റ് ഈസ് സെമി ഫൈനൽ. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ എൻഡിൽ നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് പറയും. അല്ല, അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മുടെ എലിമിനേഷൻ ആൻഡ് ആ പ്രോസസ്സും അടുത്ത സ്റ്റെപ്പിലേക്ക്. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. ഓക്കെ, എന്തായാലും കോമ്പറ്റീഷൻ ഒന്നും തീർന്നിട്ടില്ല. എക്സലൻറ്റ് റെസിപ്പീസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടതെല്ലാം. നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടേതായ ഇംപ്രവൈസേഷൻസും മാറ്റങ്ങളോടുകൂടിയും ചെയ്യാം. ഇവരുടെ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തതാണ്. നമ്മളൊരു റെസിപ്പി കിട്ടുമ്പോൾ ഒരു ഡെസേർട്ട് ഫ്രണ്ട്ലി എൻവയൺമെന്റിൽ ഞങ്ങൾ ചെയ്തൊരു സാധനങ്ങളാണ്. അതെ, എല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. കാരണം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവർക്കും. സമയത്തിൻ്റെ കുറവ്, പിന്നെ എന്താ പറയുക, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയവും ഒരു ലിമിറ്റഡാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, ചില്ലറിലൊക്കെ വെച്ചിരിക്കാനുള്ള ടൈം, ചില്ലിങ് പോയിന്റ്, അത്തരം ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ കേക്കാണ്, ഫൈനൽ പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ മാറ്റങ്ങളോടുകൂടി വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ആ കാര്യങ്ങളുടെ പോയിൻറ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. എന്തായാലും വളരെ സന്തോഷം, എല്ലാവരും ഗംഭീരമായി പെർഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ താങ്ക് യു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് നമ്മുടെ കോമ്പറ്റീഷൻ തീരുന്നില്ല. ഇനി സെമി ഫൈനൽ റൗണ്ടൊക്കെ ഉണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ Baking Queen gift sponsored by Lulu Hypermarket, Dr. Lakshmi Nayer's Ornaments courtesy, Jewel Hut, GH Road, Statue, Trivandrum, and Abharanam by Anuradha Nair, East Fort, Trivandrum.